ബയോളജിയിൽ 40-2, ഫിസിക്സ് 4, കെമിസ്ട്രി 10. ഈ മാർക്ക് വാങ്ങാനാണോ ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ സ്കൂളിലേക്ക് അയക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പഠിച്ചൂടെ? പറയുമ്പോ എല്ലാം പറയണം ബാപ്പ. കഴിഞ്ഞ കലോത്സവത്തിൽ സബ് ജില്ലാ തലത്തിൽ മോണോ ആക്ടറും കഥാപ്രസംഗത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ട് ഞാൻ ജില്ലാ തലത്തിൽ മത്സരിച്ചിട്ടില്ലേ? കായിക മേളയിൽ ഹൈ ജമ്പിലും ലോങ് ജമ്പിലും ഞാൻ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് വാങ്ങിയിട്ടില്ലേ? അതൊക്കെ കഴിവല്ലേ? വെറും 2-3 പുസ്തകം പഠിച്ചിട്ട് കിട്ടുന്ന ആൻസർ പേപ്പറിലെ മാർക്ക് മാത്രമല്ല ഒരു കുട്ടിയുടെ കഴിവ് എന്ന് പറയുന്നത്. ഈ പറയുന്നതും കഴിവുകൾ തന്നെയാ. പറയുമ്പോ എല്ലാം പറയണം ബാപ്പ, എല്ലാം പറയണം. നോക്കൂ, ഒരു കുട്ടിയും അവന്റെ രക്ഷിതാവും തമ്മിലുള്ള ചർച്ചയാണ് നമ്മളിപ്പോ കണ്ടത്. ഇവിടെ ഈ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്, പ്രതിരോധ തന്ത്രം അഥവാ സമായോജന തന്ത്രം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ്. എന്താണ് ഈ അനുപൂരണം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം? കോമ്പൻസേഷൻ ഒരു മേഖലയിലുള്ള കുറവ് അല്ലെങ്കിൽ കഴിവ് കേട് പരിഹരിക്കാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ മറ്റ് മേഖലകളിൽ താൻ നേടിയ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്ന പരിപാടിയാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. ഓൾറെഡി ആ സീനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ്. ആ ഒരു കുറവ് അവൻ മറച്ചു വെക്കുന്നത് എങ്ങനെയാണ്? കലാപരമായ കഴിവുണ്ട്, കായികപരമായ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ സമായോജന തന്ത്രം. താങ്ക് യു.